അനീഷേട്ടാ, നാളെ മുതൽ ഞാനും നിങ്ങളെപ്പോ പണിക്ക് വന്നോട്ടെ. 2 ആഴ്ച അനീഷേട്ടാ പണിയില്ലാത്ത. ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കുപ്പാ. ദിവസേ എൻ്റെ ഇപ്പം സ്ഥിരമായിട്ടൊരു ഹിന്ദിക്കാരനുണ്ടോ, അതുകൊണ്ടാ. എല്ലാ അനീഷേട്ടാ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഹിന്ദിക്കാരെ കൂട്ടിയാൽ നമ്മളെ പോലത്തെ മലയാളികൾ എന്നാക്കല അനീഷേട്ടാ. അല്ലടാ, എനിക്ക് എങ്ങനെ അവനെ ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഞാൻ നിങ്ങൾ സാധ്യത ഉണ്ടെന്ന് വിളിക്കാം. നിങ്ങൾ ഏത് പാതിരാത്രി വിളിച്ചോ അനീഷേട്ടാ, ഞാൻ വന്നോളാം. ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം കേട്ടാ. നിങ്ങൾ എന്തായാലും വിളിക്കണേ അനീഷേട്ടാ. ഞാൻ വിളിക്കാം, നീ പോയിക്കോ. മലയാളി പണ്ണണ്ട മണത്ത മളമേള നിലനണ്ടുന്നവൾക്ക് പണിക്ക് പോണ്ടേ ചേട്ടാ, സമയമാണല്ലേ. എല്ലടാ, എത്ര സമയം കാത്തിക്കുന്നത്? നീ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നല്ലേ? ബാപ്പു പോലെ ഒരു കാര്യം പറയാനുണ്ട് ചേട്ടാ. എന്താണ്? ഗ്യാസിന് വില കൂടി, അരിക്ക് വില കൂടി, ജീവിക്കാൻ ഭയങ്കര പാടാണ്. അതിന് കൂലി കൂട്ടി തരണം. 1500 രൂപ തരണം ചേട്ടാ, എന്നാലേ മുതലാവും ചേട്ടാ. 1500? എനിക്ക് കിട്ടിയത് 1500. ഞാൻ പണിക്ക് വരുമല്ലോ ചേട്ടാ. ഇത്രയും കാലം ഇവിടെ ഒരു മലയാളിക്ക് ഞാൻ പണി കൊടുത്തില്ല, ഹിന്ദിക്കാരെ മാത്രമേ കൂട്ടിട്ട്. വിളിച്ച വരുന്നവരുണ്ട്, കാണിച്ചാലേ. നീ കണ്ടോ, വെളിപ്പുറത്ത് വരുന്ന ആളുണ്ട്. അനീഷേട്ടാ, എടാ നീ ഇന്ന് പണിക്ക് വന്നോ? വാ. ഇന്ന് നല്ല മഴയല്ലേ അനീഷേട്ടാ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താ പോരെ? ഈ മഴയത്തിൽ ആരും പണിയെടുക്കും അനീഷേട്ടാ?